എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അന്നേരം മുടി നരയ്ക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങളിനി വിഷമിക്കേണ്ട കേട്ടോ. നരച്ച മുടിയൊക്കെ നമുക്ക് നിമിഷം നേരം കൊണ്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ അടുക്കളയിലുള്ള ചേരുവകൾ മാത്രം മതി. മുടി വളരത്തില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. മുടിയൊക്കെ നല്ല സമൃദ്ധമായിട്ട് വളരും കേട്ടോ, ഏത് പ്രായക്കാർക്കും. അത് നമ്മളിന്ന് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡൈ ആണ് കേട്ടോ. കയ്യിലങ്ങോട്ട് പിടിക്കില്ല, നല്ല ആയിട്ടുള്ള ഗുണങ്ങൾ തരുന്നതാണ്. മുടി നര മാറാനും അതുപോലെ മുടി നന്നായിട്ട് വളരാൻ, താരൻ ചൊറിച്ചിലൊക്കെ ആയിട്ട് വിഷമിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ തലമുടിയിലൊന്ന് തൊട്ടാൽ മുടി നന്നായിട്ട് വളരും. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുക്കളയിലുള്ള ചേരുവയാണ് കേട്ടോ. അത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കരിഞ്ജീരകത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കരിഞ്ജീരകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മരണം ഒഴികെ എന്നാണ് പറയുന്നത് അല്ലേ. അത്രയേറെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്നതാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലില്ലാത്തൊരു ചേരുവയാണ് കരിഞ്ജീരകം. കരിഞ്ജീരകത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗ്രാമ്പൂ ചേർക്കുന്നുണ്ട്. ഗ്രാമ്പൂ ഒരു 4 എണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ. ഗ്രാമ്പൂവും കരിഞ്ജീരകവും കൂടെ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ഒരുപാട് ചേരുവകളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞല്ലോ, വളരെ സിമ്പിളായിട്ട് വിരലിൽ എണ്ണാവുന്ന ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്ന നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡൈ ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് വെറൈറ്റി രീതിയിലുള്ള ഇൻസ്റ്റൻ്റ് ഡൈകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് നമുക്ക് നല്ല പൈസ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ഡൈ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ. ഡൈ ചെയ്യാൻ മിക്ക ആൾക്കാർക്കും മടിയാണ്. ഡൈ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകളാണെങ്കിൽ അതുമൂലം ഒത്തിരി അലർജി പ്രശ്നങ്ങളുള്ളവർ കാണും. അതുമാത്രമല്ല അത്രയും കളയാനൊന്നുമില്ല. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോകാൻ നേരത്ത് നമ്മുടെ നെറ്റി വശത്ത് ഫ്രണ്ട് വശത്തുള്ള മുടിയുടെ നര മാറാൻ ഇൻസ്റ്റൻ്റ് ഡൈ അത്രയേറെ ഗുണകരമാണ് കേട്ടോ. 1-2 മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കാണ്ട് ഇതുപോലൊന്ന് ചെയ്യണം കേട്ടോ. എൻ്റെ മുടി അങ്ങായിട്ട് മാത്രമേ നരച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഡൈ ഒന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈകൾ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻ്റ് ഡൈ ആണ്. പുറത്തെവിടെയെങ്കിലും പോകാൻ നേരത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. പടന്നൊന്നും പോയില്ല, ലോങ് ടൈം നിൽക്കുന്നൊരു കാര്യമാണ്. അത് നമ്മൾ കരിഞ്ജീരകയും അതിൻ്റെ കൂട്ടത്തിൽ ഗ്രാമ്പും കൂടെ ചേർത്ത് ആ ഒരു മിക്സിങ് ഉണ്ടല്ലോ, ഇവ രണ്ടും കൂടെ നല്ലപോലെ വറുത്ത് എന്നങ്ങ് ഒരുപാട് കരിഞ്ഞു പോകാത്ത രീതി ഈ ഒരു പരുവാകുമ്പോഴത്തേന് ഇതിനെ നമുക്കൊരു കോട്ടൺ തുണിയിലോ കോട്ടണിലോട്ടോ വെച്ചിട്ട് ഒരു തിരി രീതിയിലോട്ട് നമുക്ക് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് വളരും. നല്ല പോലെ ഇടതൂർന്ന കറുത്ത മുടികൾ ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമ്മൾ പുറത്തൊക്കെ പോകാൻ നേരത്ത് ഡൈ ചെയ്യാൻ പാടാണ്. അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകളൊക്കെ ആണെങ്കിൽ അതിന് അലർജി പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ നല്ല പൈസ ആവുകയും ചെയ്യും. വെറുതെ പൈസ പോകും. നമുക്ക് ഈ ഒരു കാര്യം കുറച്ചൊന്ന് സമയം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ കാച്ചിട്ടുള്ള പച്ച കളറിരിക്കുകയാണ് ഈ ഒരു എണ്ണ കേട്ടോ. നമ്മൾ ഉലുവ, കരിഞ്ജീരകം, കറിവേപ്പില, മുരിങ്ങയിലൊക്കെ ചേർത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കറ്റാർവാഴയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു തിരി രീതിയിൽ കത്തിക്കുകയാണ്. ഈ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ എപ്പോഴും കാണിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് ഇതുപോലെ നടച്ച് വെക്കുക. അതവിടെ നിന്ന് നല്ലപോലെ കത്തി അണയുമ്പോൾ അതിൽ നിന്ന് കരിയെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാനും വേണ്ടി എടുത്തന്നേ ഉള്ളൂ. ഗ്ലാസിൻ്റെ ജാർ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇതിലേക്ക് ഉലുവയും കരിഞ്ജീരകം 1 സ്പൂണോ 1/2 സ്പൂൺ അളവിലെടുക്കാം, നമ്മുടെ മുടിയുടെ അനുസരിച്ച്. പിന്നെ ഗ്രാമ്പൂ ഒരു 4 എണ്ണം. ഗ്രാമ്പൂ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞ് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ചെയ്യുക. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴാണ് ഈ മുടി നന്നായിട്ട് വളരുന്നത്. നമുക്ക് ആ ഒരു നമ്മുടെ ഒരു എന്താ പറയുന്നത് ടെൻഷനൊക്കെ ആയിട്ടിരിക്കും. നമ്മുടെ തലയൊക്കെ നല്ലപോലെ മസാജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടെൻഷനൊക്കെ മാറി നല്ല ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യും. മുടി വളരുകയും ചെയ്യും. നല്ല ഉറക്കം കിട്ടാൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് നമ്മളൊരു ഹാപ്പി മൂഡിലോട്ടൊക്കെ പോലെ നമ്മുടെ തലയൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറ്റുന്നൊരു വെള്ളമാണ് കേട്ടോ. ഇതിൽ ഒരു തുള്ളി മതി നമ്മുടെ തലയോട്ടിലെ മുടി സമൃദ്ധമായിട്ട് വളരാൻ. ഇതിൽ നമ്മൾ കരിഞ്ജീരകം, ഉലുവ, ഗ്രാമ്പു മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ മുറ്റത്തുനിന്ന് 3-4 ചെമ്പരത്തി പൂ പറിച്ചുകൊണ്ട് വന്നൊരു വാടിപ്പോയി. പക്ഷേ അതിൻ്റെ ആ ഒരു പച്ച ഇതുണ്ടല്ലോ തണ്ട്, അത് മാറ്റിയിട്ടൊരു 3-4 ഉള്ളൂ. അത് ഇതിനകത്തോട്ട് ഇടുവാണ് കേട്ടോ. നമ്മളിപ്പോൾ താളി പോലെയൊക്കെ അരച്ച് തേക്കാൻ സമയം എടുക്കും, താളി ഉണ്ടാക്കാൻ സമയം എടുക്കും. പക്ഷേ ഇതൊന്നുമില്ല. നമ്മളിത് 2-3 പൂ പറിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ മെയിൻ ചേരുവകൾ, അടുക്കളയിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിട്ടിട്ട് ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം രാവിലെ കാണിക്കാം കേട്ടോ. ഇത് അത്രയേറെ റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ ഒരു തുള്ളി മതി. നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ഭയങ്കര പൈസ കൊടുത്തിട്ട് നമ്മൾ മുടി വളർത്തുള്ള പല കാര്യങ്ങൾ ചെയ്താലും അത്ര കണ്ട് റിസൾട്ട് കിട്ടണം എന്നില്ല. പൈസ പോകുന്നേ ഉള്ളൂ, നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അന്നേരം
തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെയൊക്കെ ചൂടൊക്കെ മാറിയതിന് ശേഷം ആ ഒരു പ്ലേറ്റിൽ ഇത്രത്തോളം നമുക്ക് കരി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കരി ഒരു ചെറിയ ഡപ്പിലോട്ട് മാറ്റുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ എടുക്കുന്ന വാസിലിനാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് 10 രൂപയുടെ വാസിലിനാണ് കേട്ടോ. ഗൾഫുകാരൊക്കെ വീട്ടിലാണെങ്കിൽ വാസിലിനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അലമാരി സൂക്ഷിച്ച് വെക്കത്തില്ല. ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ അതെടുത്ത് കളയുകയും ചെയ്യും. നമ്മൾ സാധാരണ ചുടുവാദത്തിനാണ് വാസിലിന് ഉപയോഗിക്കുന്നതാണ് പൊതുവേ പണ്ട് മുതൽ നമ്മളൊരു ധാരണയാണ്. പക്ഷേ ഒരിക്കലും അങ്ങനല്ല കേട്ടോ. വാസലിൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പോളിഷ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഡൈയിൽ നമ്മൾ വാസലിനാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ അലോവേറ ജെൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടുണ്ട്, വൈറ്റമിൻ ഇ അല്ലെങ്കിൽ ഏതെങ്കിലും തലയിൽ തേക്കുന്ന എണ്ണ, അതുപോലെ തന്നെ വേറെ എന്നാ ഗ്ലിസറിൻ, വൈറ്റമിൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്തിട്ട് നമ്മൾ ലിക്വിഡ് രീതിയിൽ, അതായത് തിക്കായിട്ടുള്ള ലിക്വിഡ് രീതിയിലുള്ളത് നമ്മുടെ തലയോട്ടി നമ്മുടെ ആ ഒരു തലമുടി തേക്കും പടരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മുടിയൊക്കെ പാറി പറന്ന് കിടക്കാതിരിക്കാനും വേണ്ടി നമ്മൾ ടിപ്പുകൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വാസലിൻ തേച്ച് ഇങ്ങനെ തലമുടി ഇങ്ങനെ ഒതുക്കുകയാണെങ്കിൽ മുടി പാറി പറന്നൊന്നും പോകത്തില്ല, അത് പടരത്തുമില്ല. ഇതുപോലെ തന്നെ വാസലിനും ഈ ഒരു കരിയും ചേർത്ത് മിക്സിങ് ആണ് കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാം, നല്ലപോലെ പടരത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം പുറത്തോട്ട് പോവാം. കണ്ടോ, ഒട്ടും തന്നെ ആ ഒരു കരി ആ വെള്ളത്തിലെങ്ങും വന്നിട്ടില്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. വാസലിൻ എല്ലാവരും വീട്ടിലുണ്ടല്ലോ. ഇപ്പോൾ വാസലിൻ ഇല്ല എങ്കിൽ ഇതിന് 10 രൂപ ഉള്ളതെന്ന് ഒരു ഇച്ചിരി മതി, കുറേ ചെയ്യും. ഇതിപ്പോൾ അമ്മയുടെ മുടി അങ്ങങ്ങാട്ട് എന്നെങ്കിലും കുറച്ചൊക്കെ നരച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം നല്ല രീതിയിൽ കരി വേണമായിരുന്നു. അന്നേരം നമ്മളായിട്ട് എടുത്തിരിക്കുന്ന ഭാഗം മാത്രം നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് ആ കരിയും വാസലിനും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സിങ്ങാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകാൻ നേരത്ത് പെട്ടെന്ന് നമ്മൾ മുടിയിലോട്ട് ഇതൊന്ന് തേക്കുക, അല്ലെങ്കിൽ ഒരുങ്ങിയതിന് ശേഷം തലമുടിയൊക്കെ ചീവിയതിന് ശേഷം എവിടെയാണോ ആ നരയുള്ളത് അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ആ ഒരു നരയൊക്കെ മാറി നല്ല കറുപ്പായിട്ടിരിക്കുകയും ചെയ്യും. കൈ പടരത്തില്ല, നിങ്ങളെ കാണിക്കാൻ ഞാൻ കേട്ടോ. അന്നേരം ഗ്ലിസറിൻ തേക്കാം, അല്ലെങ്കിൽ നമ്മൾ തലമുടി തേക്കുന്ന ഏതെണ്ണയും തേക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് തലയിൽ തേച്ചിട്ട് കുളിക്കാം കേട്ടോ. കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ ഇത് തലയൊട്ടിലും തലമുടിയിൽ ഈ ഒരു കരിയും എണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയുകയാണെങ്കിൽ നന്നായിട്ട് മുടിയുടെ ആ ഒരു നര മാറി കറുപ്പാവും. ഇതിപ്പോൾ നമ്മൾ വാസലിനും ആ ഒരു കരിയും കൂടെ ചേർത്തപ്പം നിങ്ങളെ കാണിക്കാം കേട്ടോ എത്രത്തോളം പടരുന്നുണ്ട് ഇല്ലെന്നുള്ളത്. നിങ്ങൾ ലൈവായിട്ടുള്ള റിസൾട്ടാണ്. ആ ഒരു ചീപ്പും അത്യാവശ്യം നല്ല കളറുള്ളതാണ്. ചീപ്പിനകത്തൊന്നും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. അതുപോലെ നമ്മുടെ കയ്യിലും ഈ ഒരു കാര്യം പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. നമ്മൾ എല്ലാ ഡൈകളും ഇൻസ്റ്റൻറ്റ് ഡൈകൾ പല രീതിയിലുള്ള നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ മിക്ക ആൾക്കാർക്ക് കൊള്ളാം, നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇതെന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവർക്കും. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മളീ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ഭംഗിവാക്കല്ല, ചീപ്പിലെങ്ങും ആയിട്ടില്ല. ഭംഗിവാക്കല്ല, നിങ്ങൾ ഗൂഗിളിലോട്ട് സെർച്ച് ചെയ്താൽ അറിയാം എത്രത്തോളം ഗുണകരമാണ് എന്നുള്ള കാര്യം. കാരണം എൻ്റെ കൈ നല്ലപോലെ അമർത്തിയിട്ടുണ്ട്, കയ്യിലെങ്ങും ഒരു ഇച്ചിരി പോലും ആ ഒരു കരി വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ കേട്ടോ. അന്നേരം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മൾ തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കരിഞ്ജീരകം, ഉലുവ, ഗ്രാമ്പൂ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് അരിച്ചതിന് ശേഷം സ്പ്രേ ബോട്ടിലിനകത്താക്കി തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഇതെടുത്ത് തലയോട്ടിലും നന്നായിട്ട് മസാജ് ചെയ്യുക. ഇപ്പം ഇപ്പം അങ്ങനത്തുള്ള ബോട്ടിലൊക്കെ കിട്ടില്ലേ, ചീപ്പ് പോലുള്ള ബോട്ടിലിനകത്താക്കിയിട്ട് അന്നേരം ആ ഒരു നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഞരമ്പിലൊക്കെ നന്നായിട്ട് ബ്ലഡിന് ഓട്ടം ഉണ്ടാവുകയും നല്ലപോലെ മുടി വളരുകയും ചെയ്യും. താരം മാറുമ്പം തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്നതിൻ്റെ അർത്ഥം. ഏത് പ്രായക്കാർക്കും മുടി വളരാതിരിക്കാനുള്ള മെയിൻ കാരണം താരനാണ്. പിന്നെ വൈറ്റമിൻ ഇയുടെ പ്രശ്നങ്ങൾ കാണും, അമിതമായിട്ടുള്ള ടെൻഷൻ, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മയൊക്കെ നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളാണ്, മുടി നരയ്ക്കുന്നതിനൊക്കെ. അതൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അത്ര റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരു 1-2 തവണയെങ്കിലുമൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നോർമലായിട്ട് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് നല്ലപോലെ മുടി സമൃദ്ധമായിട്ട് വളരും. അതിനിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഉലുവയെന്ന് പറയുമ്പോൾ തണുപ്പ് കിട്ടുന്ന സാധനമാണ്. അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ തുളസിയോ അല്ലെങ്കിൽ ഞവരയൊക്കെ തലേന്ന് ഇട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ നല്ലൊരു ഡ്രിങ്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പുതിനയില, ഈ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ശർക്കരയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തേങ്ങ ചിരകിയത് 1-2 അല്ലെങ്കിൽ 3 സ്പൂൺ എടുക്കുക.
പിന്നെ നമ്മളെടുക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ, ചെറിയൊരു കഷ്ണം. പിന്നെ നാരങ്ങ നീര് നമ്മുടെ പുളിക്കനുസരിച്ച് നല്ല തണുത്ത വെള്ളം ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ അങ്ങ് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അത് നല്ല ചൂട് സമയമാണ് ഇപ്പം. ചൂട് സമയത്ത് നമുക്ക് വിശപ്പും ദാഹവും മാറും, എന്നാൽ ആരോഗ്യം പ്ലസ് സൗന്ദര്യം ഗുണകരമാണ്. മുടി വളരാനും നല്ലതാണ്, മൊത്തത്തിൽ സ്കിന്നിൻ്റെ കളറൊക്കെ മാറാനും നല്ല. അതിലുള്ള ചേരുവകളെല്ലാം തന്നെ അത്രയേറെ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അന്നേരം നമ്മൾ ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ്സ് ഇട്ടു, കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മിക്സിങ് ആയിട്ടുള്ള നമ്മുടെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകിച്ച് പേര് ഇപ്പോൾ നാരങ്ങ വെള്ളം എന്ന് പറയാം, ബീട്രൂട്ട് സംഭാരം എന്ന് പറഞ്ഞാൽ തൈര് വരുമല്ലോ, സോറി, ജ്യൂസ് രീതിയിലുള്ളതാണ് കേട്ടോ. നല്ലതായിട്ട് നമുക്ക് വിശപ്പും മാറും ദാഹവും മാറും. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിയാ സീഡ് കുതിർത്തതും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ ഒട്ടും തന്നെ വിശപ്പൂര, നല്ല ഹെൽത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരണം കേട്ടോ. അത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നമുക്ക് നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.